ഈ KL 68 14 50 വണ്ടി ചേട്ടനാണോ? അല്ല, KL 68 14 50 വണ്ടി നിങ്ങളുടെ ആണോ? ചേട്ടനാണോ? നിങ്ങളുടെ വണ്ടിയാണോ? നിങ്ങളുടെ ആരുടെ അല്ല? ആ, ഈ KL 68 14 50 വണ്ടി ആരുടെ? നിങ്ങളുടെ ആണോ? ഹലോ, നിങ്ങളുടെ ആണോ? അല്ല, 14 50 അവരാണോ? ഈ KL 68 14 50 വണ്ടി ബൈക്ക് എൻഫീൽഡ് അത് നിങ്ങളുടെ ആണോ? എന്റെ പൊന്നു സാറേ, ഞാൻ ബൈക്കിലൊന്നും കയറാറില്ല. ബൈക്കെ കയറാറില്ല എന്നോ? പെണ്ണുങ്ങൾ ഇവിടെ വരെ തെങ്ങയിൽ വരെ കയറും. ഒന്ന് തല താത്തി കൊടുത്ത ആണുങ്ങളുടെ തലയിൽ വരെ കയറും. അങ്ങനെയുള്ള പെണ്ണുങ്ങളോ പറയാ ഞാൻ കയറിയിട്ടില്ല എന്ന്. അപ്പൊ നിങ്ങളുടെ അല്ല? അല്ല അല്ല അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ ചിലപ്പോൾ എൻ്റെ ആണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വിളിച്ചു നോക്കട്ടെ. ഹലോ, ആ എടി, വിളിച്ചിട്ട് കിട്ടുന്നില്ലത്. എൻ്റെ ഫോണിനെ ഈ കുറച്ച് നാളായുള്ള ഒരു പ്രശ്നം. എൻ്റെ ഭാര്യനെ ഞാൻ എപ്പോൾ ഈ ഫോണിൽ നിന്ന് വിളിച്ചാലും കാലത്ത് മുതൽ വൈകുന്നേരം വരെ വിളിച്ചാലും കഴിഞ്ഞാൽ എൻഗേജ് ടോണാ, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് സാറിന്റെ ഫോണിന്റെ കംപ്ലൈന്റ് തന്നെ ആവാനാ സാധ്യത. ഫോണിന്റെ കംപ്ലൈന്റ് അല്ലേ? പക്ഷെ വീട്ടിൽ ചെന്ന് അപ്പം തന്നെ വിളിച്ചാൽ കിട്ടും. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം വിളിച്ചവളെ കിട്ടില്ല. ഫോണിന്റെ കംപ്ലൈന്റ് ആയിരിക്കും. ആണല്ലേ? ആണോ? ഞാൻ ഹൈ റേഞ്ചുകാരനാണോ? എന്നിട്ട് എന്താണ് റേഞ്ച് അങ്ങനെ വരാൻ പോകുന്നത്? ഹലോ, ആ കിട്ടി 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 കിട്ടി. എടി KL 68 14 50 എൻഫീൽഡ് ബുള്ളറ്റ് നമ്മുടെ ആണോ? എടി നമ്മുടെ പെട്ടിയാപ്പയാണോ? നമുക്ക് ബൈക്കില്ലല്ലേ? അയ്യോടി, അതെന്നെ സംഭവം എന്നാ വെച്ചാലേ, ഇടി ഈ ബൈക്ക് നിരത്തിലിറങ്ങിയിട്ട് കുറേ നാളായി, ഒരുപാട് വർഷമായി. ഇന്ന വരെ പെറ്റി കേസിൽ അത് പെട്ടിട്ടില്ല ബൈക്ക്. അപ്പോൾ അതുകൊണ്ട് കേരള ട്രാഫിക് പോലീസ് ആ ബോധവൽക്കരണത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ സ്റ്റേഷനിൽ നിന്നേ ഈ ബൈക്കിനും അതിൻ്റെ ഓണർക്കും 1 ലക്ഷം രൂപ പാരിതോഷികം കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് പെറ്റിയൊക്കെ അടഞ്ഞു പോയിക്കോളൂ. അതുകൊണ്ടാണ് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ പെട്ടിയാപ്പായിലേക്ക് ആക്കാതെ, ഞാനല്ല പോലീസുകാരെ, നമ്മൾക്കല്ലേ കൊടുക്കണേ. ഓക്കെ ഓക്കെ. മാവാ സുരേഷിൻ്റെ നമ്പർ ഉണ്ടോ? ഒരു മൂർക്കം പാമ്പ് ഇവിടെ കുറേ നേരമായിട്ട് ചീറ്റിക്കൊണ്ടിരിക്കുക. അല്ല സാർ, ഞാനായിരുന്നു. ഏത് മൂർഖനോ? അല്ല, പിന്നെ ആദ്യം സാറ് പറഞ്ഞ മറ്റേ പെട്ടിയോട്ടർഷാ? അല്ല, മറ്റേ ആദ്യം സാറ് വേറെ സംഭവം 1 ലക്ഷം രൂപ അല്ല, ഒരു നമ്പർ വണ്ടി KL 68 14 അതിന് ഉടമ നീയാ? ഞാനാണ്. നീയാണോ? ഞാനാണ്. നിന്നോട് ഞാനിവിടെ വന്ന് കയറിയിട്ട് ചോറ് വേണോ എന്നല്ല ഞാൻ ചോദിച്ചത്. വാക്കൊന്നും മാറ്റി പറഞ്ഞിട്ടില്ലോ. നീ എന്നാ പശ വിഴുങ്ങിട്ട് നിൽക്കുമായിരുന്നു അവിടെ? ചോദിക്കുമ്പോൾ നമുക്കറിയത്തില്ലല്ലോ സാറിന് ഏത് ഉദ്ദേശത്തിലാണ് ചോദിക്കുന്നുള്ളത്. നമുക്ക് എന്തെങ്കിലും പ്രശ്നമാണ്, അതുകൊണ്ട് നമ്മൾ ഏക്കാഞ്ഞത്. ഇപ്പൊ 1 ലക്ഷം രൂപ ആകുമ്പോൾ ഞാൻ അങ്ങോട്ട് ഇവിടുന്ന് മെനക്കെട്ട് അവിടെ വന്ന് വാങ്ങിക്കണോ, അത് സാറ് ഇങ്ങനെ കൊണ്ടു തരുമോ? ഇല്ലടാ, ഞാൻ ഇങ്ങോട്ട് വരാം. നീ ഒരു എന്നോട് എന്റെ വായിന്നിരിക്കണം വല്ലതും കേൾക്കൂട്ടോ. എന്താ വിഷയം? ഞാൻ ഇവിടെ ട്രാഫിക് സിഗ്നലിന്റെ ജംഗ്ഷനിൽ നിൽക്കുക. ഇവൻ ഹെൽമെറ്റ് ഇല്ലാതെ വരുവാ ബൈക്ക് ഓടിച്ചോണ്ട്. ഞാൻ ഇവന്റെ കൈ കാണിച്ചു. ഇവൻ ബൈക്കിന്റെ എന്റെ അടുത്തേക്കടെ വന്നിട്ട് ഇങ്ങനെ ഒരു അടി അടിച്ചിട്ട് പോക്ക്. ഞാൻ സെലിബ്രിറ്റി ആണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു പോലീസ് സാറിന് എന്നെ അറിയായിരിക്കും, ടി വിയിലൊക്കെ കണ്ട് എങ്ങനെ അപ്പൊ എന്നെ കണ്ട് ഹായ് എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്. അപ്പൊ സാറിനൊരു പിണക്കം വേണ്ട, ഒരു വിരോധം വേണ്ടെന്ന് കരുതി ഞാൻ വണ്ടി വിട്ടിട്ട് ഹായ് എന്ന് റെഡി അടിച്ചിട്ട് ഞാൻ പോയത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. അങ്ങനെ നീ ഹായ് അടിച്ചിട്ട് പോയതല്ലേ? നെൽസ, എൻ്റെ അടുത്തത് ഒരുമാതിരി വൃത്തിയായിട്ട് കാണിക്കരുത്. നീ പെട്ടി അടയ്ക്കണം. അത് പെട്ടി തുറന്നവരോട് പറയണം പെട്ടി അടയ്ക്കാൻ. ഞാൻ പെട്ടി അടയ്ക്കത്തില്ല. എടാ, ആ പെട്ടി അല്ലെന്ന്. പിന്നെ നീ അഹങ്കാരം കാണിച്ചത് കൊണ്ട് നീ 2 പെട്ടി എടുക്കണം. എന്താ സാറേ ഈ പറയുന്നത്? എന്തിന്റെ കാര്യം എന്താണ്? ആ കാരണം നീ ഒന്നും ഹെൽമെറ്റ് വെച്ചില്ല, നീ ഒന്ന് ട്രാഫിക് നിയമം തെറ്റിച്ചു. അത് 2 പെട്ടി നീ അടക്കണം. എടാ, ചെറിയ ചെറിയ ജീവികൾ വരെ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. നിനക്കൊക്കെ ഹെൽമെറ്റ് വെച്ചാൽ ഈ ഹെൽമെറ്റ് വെച്ചാൽ എന്താ സാറേ പ്രയോജനം? എന്താ സാറേ പ്രയോജനം? എന്താന്നോ? എടാ, നിന്റെ തലയ്ക്കകത്തൊന്നുമില്ലല്ലോ, പുറത്തെങ്കിലും എന്തെങ്കിലും ഇരിക്കട്ടെ എന്ന് ഹെൽമെറ്റ് വെക്കാൻ. എടാ, ഇവിടെയുള്ള ജീവികള് സാറേ ജീവി എന്ന് പറയാം. ഏത് ജീവികളാണ് ഹെൽമെറ്റ് വെച്ചോണ്ട് ജീവി? ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ജീവി. ഹെൽമെറ്റ് വെച്ച് നടക്കുന്ന ജീവിനെ നീ കണ്ടിട്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കേൾക്കണം, ആമ ഹെൽമെറ്റ് വെച്ചത്, ഒച്ച, തക്ക, ചിപ്പി, ഇത്രയും സാധനങ്ങൾക്ക് ഒരു പണി പോലും ഇല്ലാത്ത മൃഗങ്ങൾ, ഒരു ജീവികൾ വരെ ഹെൽമെറ്റ് വെച്ച് നടക്കണം. ഇവന് മിമിക്രി കളിച്ച് ഇഷ്ടം പോലെ പൈസ കിട്ടണല്ലേ. നിനക്കൊരു ഹെൽമെറ്റ് മേടിച്ച് വെച്ചാൽ അങ്ങനെ ഈ വലിയ ആമയുടെ കാര്യം അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. പാണ്ടിലോറിയുടെ കീഴിൽ കിടന്ന് എത്ര ആമ പൊട്ടി പറഞ്ഞു നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ISA മാർക്കില്ലാത്ത ഹെൽമെറ്റ് വെച്ച് കിടന്ന് അങ്ങനെ ഇരിക്കും. ജീവികളാണെങ്കിൽ ISA മാർക്ക് വെച്ച് കിടക്കണം. അതാണ് അങ്ങനെ പറഞ്ഞത്. ഇതാണ് സാർ, ഇതാണ് ആത്മാർത്ഥം. ഇങ്ങനെ വേണം ഉദ്യോഗസ്ഥര്. അതല്ലേ പോലീസുകാർ വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത്. മനസ്സിലായി, പയ്യനത് മനസ്സിലായി. എനിക്ക് ആത്മാർത്ഥം, ഞാൻ ഭയങ്കര കർക്കശക്കാരനാണ്. എന്റെ ആത്മാർത്ഥ കാരണം ഉണ്ടല്ലോ, എന്റെ ഭാര്യ വരെ എന്നെ ഉപേക്ഷിച്ചു പോയി. അത്രയ്ക്ക് ആത്മാർത്ഥം ഞാൻ.
എൻ്റെ ഭാര്യ അങ്ങനെ ഉപേക്ഷിച്ചു. ഞാനൊന്നാമത് ഉള്ള നൈറ്റ് ഡ്യൂട്ടി മൊത്തം തുടങ്ങി ഈ ജോലിയോടുള്ള ആത്മാർത്ഥകാരനെ. ഞാൻ ഒരു ദിവസം ഇങ്ങനെ നൈറ്റ് ഡ്യൂട്ടി കഴിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എൻ്റെ വീടിൻ്റെ വലത് സൈഡിൽ ഇരിക്കണ എൻ്റെ ഭാര്യ ഒരു റെങ്കുപെട്ടിയായിട്ട് ഇറങ്ങി വരുവാ. ഇടത് വശത്തേക്ക് നോക്കുമ്പം ഒരു ചെറുപ്പക്കാരൻ അപരിചിതൻ ഇറങ്ങി വരുവാ. ഞാൻ വിടുവോ? നിയമം കയ്യിലെടുക്കാൻ ഞാൻ സമ്മതിക്കോ? ഓടി അങ്ങ് ചെന്നിട്ട് ഭാര്യയുടെ നേരെ ഒറ്റ സ്റ്റോപ്പ്. ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് കൈ കടന്നു കൊള്ളാൻ പറ്റും. അവ എങ്ങനെ അങ്ങനെ ട്രാഫിക് നിയമത്തിലൂടെ ഒരു ആക്സിഡന്റ് ഞാൻ ഒഴിവാക്കിയല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് ഈ സാറെന്തിനാ ഈ പെൺപിള്ളയുടെ നേരെ ഇങ്ങനെ കൈ കാണിച്ചത്? ഛേ, അവളെ ഇടത്തും വലത്തും വരുമല്ലേ? ഞാൻ ഇങ്ങനെ സ്റ്റോപ്പ് കൊടുത്തില്ലെങ്കിൽ എന്റെ മുമ്പിൽ കിടന്ന ഒരു ആക്സിഡന്റ് ഉണ്ടാവൂലേ? അതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് ഈ ചെറുപ്പക്കാരൻ ഞാൻ ഇങ്ങനെ കടത്തി വിട്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ ഈ എറാത്തിൽ ഇങ്ങനെ നോക്കുമ്പോഴേ എന്റെ ഭാര്യയുടെ കൈക്കും പിടിച്ച് ഈ അപരിചിതനായ ചെറുപ്പക്കാരൻ കണ്ടെത്തിക്കിടങ്ങ് പോവുക നടന്ന്. സാർ എന്തൊരു മനുഷ്യനാണ്. സ്വന്തം ഭാര്യ പോയിട്ട് തിരിച്ചു വിളിച്ചുകൂടായിരുന്നു? വിളിച്ചാ പോരായിരുന്നോ? എനിക്ക് തിരിച്ച് ഞങ്ങളൊരു പോലീസുകാരനല്ലേ, കർക്കശക്കാരനായ പോലീസുകാരനല്ലേ, എനിക്ക് പുറകെ നിന്ന് വിളിക്കാൻ പറ്റില്ല. ഞങ്ങൾ അങ്ങനെ വിളിക്കുമല്ലോ. ഇവിടെ ബിസിൽ വേണം. ഞാൻ ബിസിൽ ചായക്കടയിൽ വെച്ച് മറന്നില്ലേ? അങ്ങനെ ഭാര്യ പോയി. പക്ഷെ എന്തായാലും ഭാര്യ പോയ കൂടുതൽ ഞാൻ ആ വിഷമം തീർക്കാനായിട്ട് ഞാൻ രണ്ടാമതൊരു കെട്ട് കെട്ടി. ഇപ്പം ആ പെണ്ണുമ്പിള്ളേനാണ് വിളിച്ചാൽ കിട്ടാതെ. അവള് ശുദ്ധയാണ്. എൻ്റെ മൊബൈലിൻ്റെ പ്രശ്നമാണത്. അപ്പം നെൽസ, എന്നെ വെറുതെ ചൂട് പിടിപ്പിക്കരുത്, പെറ്റി അടക്കണം. നിങ്ങൾക്ക് സദാ പോലീസുകാരനെ പോലെ എന്നെ കാണരുത്. നിനക്കറിയാമോ, 6th സെൻസ് ഉള്ള ഒരാളാണ് ഞാൻ. എൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞ് ഞാൻ അപ്പം പിടിക്കും. സിക്സ് സെൻസ് എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ലേ? ആറാം ഇന്ദ്രിയം. അതറിയാം. അയ്യോ, ആറാം ഇന്ദ്രിയം ഇപ്പം എങ്ങനെ പറഞ്ഞു കൊടുക്കണേ? അതായത് ഈ ആറാം ഇന്ദ്രിയം എന്ന് വെച്ചാൽ എന്തെങ്കിലും അപകടം നടക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ ഈ മൃഗങ്ങളുണ്ടല്ലോ, മൃഗങ്ങൾക്ക് പെട്ടെന്ന് ആ ലക്ഷണം വരും. സുനാമി വന്നപ്പോൾ പശുവൊക്കെ വലിയ വായിൽ നിലവിളിച്ചു. അതിലേറ്റവും വലിയ മിടുക്കെന്ന് വെച്ചാൽ പട്ടിയാ. ഈ പട്ടിയുടെ ഇന്ദ്രിയമാണ് എനിക്കുള്ളത്. അയ്യേ, അപ്പൊ സാറിന് പട്ടിയുടെ ഇന്ദ്രിയമാണ്. നീ എന്നെ കളിയാക്കണ്ട. എന്റെ കണ്ണി ഒന്നും ഇറക്കണ്ട. അതെന്താണ്? കണ്ണി ഇറക്കണ്ട. ഈ ആറാം ഇന്ദ്രിയം ഉണ്ട്. ഈ തലച്ചോറിന്റെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ മിക്സിക്കകത്ത് ഫ്രൂട്ട്സ് കിടന്ന് കറങ്ങണ കറങ്ങുക. അതിന്റെ ചൂട് കൊണ്ടാണ് എന്റെ കണ്ണി ഒന്നും ഇറക്കണേ. അതുകൊണ്ട് എൻ്റെ അടുത്ത് കള്ളത്തരം കാണിക്കരുത്, ഞാൻ പോക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ കണ്ണും ചുവന്ന് കിടപ്പുണ്ട്. എനിക്കും ഉണ്ട് ആറാം ഇന്ദ്രിയം. നിനക്ക് ആറാം ഇന്ദ്രിയമായിട്ടാണല്ലോ എടാ. നീ വെളുപ്പിനെ 3 മണി വരെ ഫാഷൻ ചാനലും കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കും. ഉറങ്ങാത്തോണ്ട് കണ്ണു തോന്നുന്നു നടക്കണ. ആറാം ഇന്ദ്രിയം ഉണ്ടെന്ന്. നെൽസ, പെറ്റി അടക്കണ്ടോ? അങ്ങനെ എൻ്റെ അടുത്ത് ഒരു പണിയും നടക്കില്ല മോനെ. ഈ വക ഒരു പണികളും എൻ്റെ അടുത്ത് നടക്കില്ല. ഇപ്പൊ പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എന്താണ് പ്രശ്നം? പ്രശ്നം ഇപ്പൊ തുടങ്ങും. ആനാ പ്രശ്നം? ഇതുകൊണ്ട് ഇപ്പൊ എത്ര ക്യാമറ ഇത് കണ്ടെന്ന് ഒപ്പിയെടുത്തെന്ന് അറിയാതെ. ക്യാമറ ഒപ്പിയെടുക്കാൻ ഞാൻ നിങ്ങൾക്ക് കൈക്കൂലിയാണ് തന്നത്, മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് കൈക്കൂലിയാണ് തന്നത്. കൈക്കൂലി. ക്യാമറ മൊത്തം ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജോലി തൊപ്പി തെറിക്കും. വീട്ടിൽ പോയി കുത്തിയിരിക്കാം. അല്ല, ഞാനത് മറ്റേ അനി വിളിച്ച ഉടനെ തന്നെ പിന്നെ ഭാര്യയെ കിട്ടിക്കോളൂ. എന്റെ തൊപ്പി തെറിക്കും. തെറിപ്പിക്കും. അതിനല്ലേ ഈ പണി തന്നു. എടാ മണ്ട, നിനക്കല്ല വിവരം ഉണ്ടോ? എടാ, ഈ കൈക്കൂലി മേടിക്കണവന് അതുപോലത്തെ കുറ്റം തന്നെയാണ് കൊടുക്കണത്. അപ്പൊ നീയും അഴിയണേണ്ടി വരും. ഇപ്പൊ ഇനി നിനക്കൊന്നും പറയാനില്ല. തന്നെയല്ല, ഞാൻ പറയും, നീ എന്നോട് മേടിച്ച പൈസ ഞാൻ തിരിച്ചു മേടിച്ചാന്ന് പറഞ്ഞാലോ? അങ്ങനെ കടം മേടിച്ച പൈസ? കടം മേടിച്ച പൈസ തിരിച്ചു മേടിച്ചാന്ന് പറഞ്ഞാലോ? അങ്ങനെ ഞങ്ങൾ പറയത്തില്ലല്ലോ. അങ്ങനെ നീ പറയണ്ട, ഞാൻ എഴുതി അങ്ങ് കൊടുക്കും കോടതിയിൽ. എടാ, പോലീസുകാർ പറഞ്ഞാടാ കോടതി കേൾക്കുള്ളൂ. അതങ്ങനെയാ. ഹലോ, അയ്യോ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. അതെ, ഓക്കെ, ഇപ്പൊ തന്നെ വരാം. അതെ, എന്റെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചതാ. എന്റെ രണ്ടാമത് കെട്ടിയ ഭാര്യയല്ലേ, ട്രങ്ക് പെട്ടിയുമായിട്ട് വലത് സൈഡിൽ കൂടെ ഇറങ്ങി വരുക. ഇടത് സൈഡിൽ കൂടെ വേറെ ചെറുപ്പക്കാരനും വരണ്ടെന്ന്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ടേ സിഗ്നൽ കൊടുത്തില്ലെങ്കിലേ ഇവരെന്റെ വീടിന്റെ മുറ്റത്ത് ആക്സിഡന്റ് ഉണ്ടാവും. അതുകൊണ്ട് ഞാനൊന്ന് പോയി ബ്ലോക്ക് ചെയ്തിട്ട് ബ്ലോക്ക് മിടുക്കനാട്ടോ.